ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് മാറി. ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ വോട്ട് വലതുപക്ഷത്തിന് പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് പോയി, ഭയങ്കര ചർച്ചയായിരുന്നു. ഇപ്രാവശ്യം രണ്ട് പക്ഷത്തും ഭയങ്കര പ്രശ്നമാണ്, അവരുടെ വോട്ട് ബി ജെ പിക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മതമോ ജാതിയോ അല്ല, ന്യൂ ജനറേഷൻ. അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഈ എൻ്റെ കുടുംബം ഇന്ന പക്ഷമാണ്, അതുകൊണ്ട് ഞാനെന്നുള്ളതല്ല. 35 വയസ്സ് താഴെയുള്ളവരാണല്ലോ 65%. അവരാരാണോ നല്ല ചെയ്യുന്നത് അവരെ സഹായിക്കുക. അതാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ജാതിയും മതമൊന്നുമില്ല, അതാണ് നല്ല ചെയ്യുന്നത്. അവരുടെ വോട്ട് പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺസെൻട്രേഷനിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. ജാതിയും മതവും അധികം അവരുടെ അടുത്ത് ചിലവാകില്ല. അവരവരുടേതായിട്ടുള്ള ലോകത്താണ്. ഇപ്പോൾ പറയുന്ന നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള, അറിയാമല്ലോ, ചെറുപ്പക്കാർ വീടുകളിലില്ലേ, അവരുടെ സങ്കല്പത്തിലുള്ള ഒരു രീതിയുണ്ട്. അവർ പത്രം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ, ഏതൊക്കെ പേജുകൾ അവർ നോക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ, അറിയത്തില്ലേ? അതാണ് അവരുടെ ലോകം. അപ്പോൾ അവരിങ്ങനെ വീക്ഷിക്കും, ഒന്നും മിണ്ടുകയില്ല. അവർ അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മളിപ്പം ലക്ഷ്യം വെക്കുന്നത്. അത് ഒരു 1-2 ഡെക്കേഡ് കഴിയുമ്പോൾ അവരാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ്, അതാണിപ്പോൾ നമുക്ക് കിട്ടിയ ഗുണം. നന്മ കാണുന്നതിൻ്റെ കൂടെ അവർ നിൽക്കും, പക്ഷേ അവർ പരസ്യമായിട്ടത് വിളിച്ചു പറയണമെന്നില്ല. അവർ വോട്ട് ചെയ്യുന്ന അതുകൊണ്ട് ഇപ്പോൾ ഒരു 20% വോട്ട് വന്നു. 20%-ൻ്റെ കൂടെ സുരേഷ് ഗോപിയുടെ നന്മയും കൂടെ കൂടിയപ്പം ജയിച്ചു. ഒ രാജഗോപാൽ അന്ന് ബി ജെ പിക്ക് ഏതാണ്ട് 12-13% വന്നപ്പോഴാണ് ഒ രാജഗോപാൽ ജയിക്കുന്നത്, പ്ലസ് ഒ രാജഗോപാലിൻ്റെ നന്മ. അപ്പോൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞാൽ അതിലേക്ക് വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 25% ആകുമ്പോൾ ഒരു 3-4 എം പിമാർ ജയിക്കും. അപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, നിങ്ങളെല്ലാം അറിയാവുന്നവരാണല്ലോ, ഈ കേരളത്തിലെ എം എൽ എ ജയിക്കുന്നതിലും എളുപ്പം ബി ജെ പിക്ക് എം പി ജയിക്കുന്നതാണ്. ഒ രാജഗോപാൽ ആദ്യം 15,000 വോട്ടിനാണ് 2014 തോറ്റത്. അതിന് ശേഷമാണ് എം എൽ എ ഉണ്ടായത്, അദ്ദേഹം എം എൽ എ ഉണ്ടായത്. അത് ഓൾ ഇന്ത്യ പൊളിറ്റിക്സുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ബി ജെ പി കേന്ദ്രത്തിൽ ഭരിച്ചിട്ടുള്ള ഒരു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും ഭരിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എഫക്റ്റ്. ഇവിടെ ബി ജെ പി കേരളത്തിൽ ഭരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എം പിമാർ ആയിരിക്കും ആദ്യം കൂടുതലുണ്ടാകുന്നത്. അപ്പം 25% ആകുമ്പോൾ മറ്റ് പാർട്ടികൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കും ജയിക്കാം, ഒരു മുന്നണിയാകാം. അതാണല്ലോ നോക്കുന്നത്. പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. ബി ജെ പി കേരളത്തിൽ വളർന്നാൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാകുന്നത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ? അതിപ്പോഴത്തെ കേരള രാഷ്ട്രീയം പഠിച്ചാൽ മതി. രണ്ടു കൂട്ടർക്കും ഒരുപോലെയല്ലേ. ഇത്തവണ LDF-നാണ് ഏറ്റവും ക്ഷീണം വന്നത്. LDF-ൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ട് വന്നതെന്നാണ് തൃശ്ശൂർ ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് ഒരു കാലഘട്ടം ഇല്ലേ, UDF-ൽ നിന്നാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടത്തിൽ നിന്ന് വരണ്ടേ, അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു 3 ഫ്രണ്ടിലും നിലനിൽക്കാൻ പറ്റില്ല, ഏതെങ്കിലും 2 ഫ്രണ്ട്. അങ്ങനെയൊന്നുമില്ല, 3 ഫ്രണ്ടിലും നിൽക്കാൻ പറ്റും. പിന്നെ കാരണം ഞങ്ങളങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഫ്രണ്ടും നിലനിൽക്കുന്ന ഒരു കുറച്ച് നാളത്തേക്ക് അങ്ങനെയായിരിക്കും. അതിന് ശേഷമേ രണ്ടായിട്ട് വരുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം 3 എണ്ണം അല്ല, ബി ജെ പിയുടെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ആ സ്റ്റെപ്പിലെത്തിയിട്ടല്ലേ 3 ഫ്രണ്ട് ആകുള്ളൂ. അത് നമ്മൾ നിയമസഭാ ഇലക്ഷനിലൊക്കെ അത് പ്രൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ അത് എത്ര സമയം എടുക്കും നമുക്കറിയില്ല. അത് 3 ഫ്രണ്ട് കുറച്ച് നാൾ നിലനിന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ രണ്ടും കൂടെ ഒന്നാവും. ബംഗാളിലൊക്കെ അങ്ങനെയല്ലായിരുന്നു, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവരൊന്നാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ബി ജെ പി ജയിക്കുന്നിടത്തല്ല അവർ ഒന്നാവും. ഇന്ത്യ അലയൻസ് അത് ആ രീതിയിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും അങ്ങനെ വാനിഷ് ചെയ്ത് പോകുന്ന സംഭവം ഉണ്ടാകില്ല. അവർ 3 ഫ്രണ്ട് നിൽക്കും, അതിനുശേഷം അവരൊന്നാവും. ഇപ്പം ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും എല്ലാം അങ്ങനെയല്ലേ. ആ രീതിയിലേക്ക് അതിന് സമയമെടുക്കും. ഞാൻ പറഞ്ഞ ഇതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം തന്നെ അങ്ങനെ ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി 20-25 വരണം.
അതിൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി സമയം എടുക്കും അപ്പോൾ. പിന്നെ ആ സമയത്ത് ഇത് നിലനിൽക്കില്ലേ? അത് തന്നെയല്ല, മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ലല്ലോ ഈ മുന്നണികൾക്ക് ഇവിടെ ബേസ് ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും പെട്ടെന്നല്ലേ വരുന്നത്. പിന്നെ പൊതുവെ CPM ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് പറയുമ്പോൾ CPM ഇല്ലാതായാലാണ് BJPക്ക് ഏറ്റവും എളുപ്പം. ബിക്കോസ് UDF എന്ന് പറയുന്നത് അധികം ഒരു മൈനോറിറ്റി കോalitionആണ്. എന്നാൽ CPMലാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനം പേരും നിൽക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം ഇല്ലാതാവുന്നതല്ലേ BJPക്ക് കുറച്ചുകൂടി എളുപ്പം? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പ്ലാൻ ഹിന്ദുവും ക്രിസ്ത്യാനിയൊന്നുമല്ല. ഈ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, അവരുടെ ചിന്ത അങ്ങനെയല്ലല്ലോ. ഈ അവർ ചിന്തിക്കുന്നത് അവർ വോട്ടിൻ്റെ അന്നാണ്, ഓ ഇന്ന് വോട്ടാണല്ലോ എന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ, ഇന്ന് പോളിംഗ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ഈ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് രൂപപ്പെട്ടിട്ടുണ്ടാവും, എങ്ങനെ വേണമെന്നുള്ള രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ അവരുടെ തിങ്കിങ് അനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നമ്മൾ പരാജയപ്പെടും. അതിൻ്റെ അകത്ത് വികസനം, ഒരു ആധുനിക കാലഘട്ടത്തിന് ഒരു സമീപനം, അതൊക്കെയാണ് കേരളത്തിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു പാർട്ടി എന്നൊക്കെയുള്ളത് അധികം താമസിക്കാതെ ഇല്ലാതാവും. കാരണം ഈ 35 വയസ്സുകാരൻ 45 വയസ്സാകാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അവനായിരിക്കുമല്ലോ ഇതിൻ്റെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ന്യൂ ജനിന് നല്ലത് ചെയ്യുന്ന, വോട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ന്യൂ ജൻ അവർ തന്നെ മറ്റു സ്ഥലത്ത് പ്രധാനമന്ത്രി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് എന്താ പറയുക കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവരിത് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അവരെ ഈ മതത്തിൽ നിന്ന് വേർതിരിച്ച് ഇവിടെ നല്ലത് ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? കാരണം അവർ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഓരോ സ്റ്റേറ്റ്മെന്റ് വരുന്നതും ബ്ലൈറ്റന്റ് ആയിട്ട് കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ അത് പഴയ ജനറേഷനെ പോലെ അല്ല അവർ വിലയിരുത്തുന്നത്. അവരതിനെ പൊളിറ്റിക്സ് ആയിട്ടേ കാണുള്ളൂ. എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് അവരുടെ അതിന് ഒരു റീസൺ ഉണ്ട്. അത് പൊളിറ്റിക്കലായിട്ടേ അവർ കാണുള്ളൂ. അതിനെ അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നുള്ള അവർ നോക്കുന്നത്, അവർക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവർ സാധാരണ. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോ, ചെറുപ്പക്കാരോട് സംസാരിച്ച് നോക്കി. എനിക്കിത് പിടികിട്ടിയത് കുറച്ച് പേരോട് സംസാരിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വീടുകളിൽ ചോദിക്കുന്ന അവസരത്തിൽ എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം പത്രം വായിക്കുന്ന ഏതാനും പേജുകൾ വായിക്കുള്ളൂ, ശരിയല്ലേ? ന്യൂസ് അല്ല കാണുന്നത്. ഞാൻ ചോദിച്ചു, എന്താ ഈ സോഷ്യൽ മീഡിയ? അത് ചേട്ടാ, ഈ കൊലപാതകം, ബലാത്സംഗം അങ്ങനെയൊന്നും ഇല്ലാതെ ന്യൂസ് കിട്ടിയല്ലേ എന്ന്. അതുള്ളത് അങ്ങ് മാറ്റിയാൽ മതിയില്ല, അത് നോക്കണ്ട. വേറെ ന്യൂസ് കിട്ടിയല്ലേ, കറക്റ്റായിട്ടുള്ള കിട്ടിയല്ലേ, അത് നമ്മളെടുത്താൽ പോരെ. പത്രത്തിൽ ഇത് മുഴുവൻ ഇതല്ലേ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതൊരു പ്രത്യേക ടൈപ്പാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ. അവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരുടെ ഗ്രൂപ്പിൽ ഇതില്ല. ഇവിടെ അല്ലെന്നേ ഈ കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും അവരുടെ ഗ്രൂപ്പിലില്ല. അവന് വേണ്ടത് അവൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാധനം പോസിറ്റീവാണ് വരുന്നത്. അവൻ്റെ ഗ്രൂപ്പിലാണ് വായിക്കുന്നത്. അവനെൻ്റെ ആ ഗ്രൂപ്പിലേക്ക് അത് എടുത്തിടുകയല്ല. അത് ആ പിള്ളേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ വീട്ടിൽ പോലും പറയല അവൻ. വീട്ടുകാർ അവരുടെ ഒരു ഡയറക്ഷനും ഒരു ഫ്രെയിമും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് നിൽക്കാൻ പറയല്ലേ. ഇത് വായിക്കാത്തതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഈ ന്യൂസ് കാണാത്തതിൻ്റെ പ്രധാന കാരണം അവർക്ക് ആവശ്യമില്ലാത്തതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവനെങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അവർക്കത് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിദേശത്ത് പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതും അതിൽ നിന്നായിരിക്കണം. അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളതേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി ഇവിടെ ഒത്തിരി നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അതെനിക്കെന്താ പ്രയോജനം കിട്ടുന്നതല്ല അവർ നോക്കുന്നത്. അതാണ് അത് പോസിറ്റീവായിട്ടുള്ള ചിന്ത തന്നെയാണ്.